നമുക്ക് വെണ്ടയ്ക്ക ഉപയോഗിച്ച് ഒരു സ്റ്റൂ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനൊരു 10 വെണ്ടയ്ക്കയും ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും 2 സവാളയുമാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകും സവാളയും വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. വെണ്ടയ്ക്ക പക്ഷേ കുറച്ചും കൂടി വലിയ കഷ്ണമാക്കി വേണം മുറിക്കാൻ. വെണ്ടയ്ക്ക എടുത്തറിയണം, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെണ്ടയ്ക്ക വലിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഈ സ്റ്റൂവ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. ആദ്യം നമ്മൾ ഒരു ചീനിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ നമ്മൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകിട്ട് കറിവേപ്പിലയിട്ട് അതിനുശേഷം നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂക്കുന്ന പരുവത്തിൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളകും ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുമ്പോൾ സവാളയ്ക്ക് അന്നേരം തന്നെ നമ്മൾ ഉപ്പും ചേർക്കണം. അപ്പം സവാള നന്നായിട്ട് അത് വഴണ്ടി വരും. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ സവാള എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടാനും മൊത്തത്തിൽ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വരണ്ട് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിക്കുക. വെണ്ടയ്ക്ക ഒന്ന് നന്നായി വെന്തു എന്ന് ഉറപ്പായാൽ നമുക്കതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. നമ്മൾ ഒരു 1.5 കപ്പ് തേങ്ങയുടെ പാല് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ാം പാല് ഇത് വെന്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക നന്നായി വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിനെ നമ്മൾ നന്നായി ഇളക്കി വീണ്ടും അടച്ച് വെച്ച് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വെണ്ടയ്ക്കായും ഉള്ളിയും എല്ലാം നന്നായിട്ട് ചേരണം. ആ സമയത്ത് അതിലേക്ക് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ രുചി അതിലേക്ക് ഇറങ്ങി വരും. അപ്പം നല്ല ആ വെണ്ടയ്ക്കായ്ക്ക് പൊതുവെ ഒരു കൊഴുപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് അത് പറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ തീ ചെറുതാക്കി വളരെ വേഗത്തിൽ ഇളക്കി തേങ്ങാപ്പാൽ നന്നായിട്ട് ചേർന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് രുചികരമായ വെണ്ടയ്ക്ക സ്റ്റൂ തയ്യാറാക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.